Hello friends, welcome back to my channel. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ അയർലൻഡിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വീഡിയോസിൽ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്തത് എയർലി വാർണിംഗ് സ്കോറാണ്. അപ്പോൾ ആ വീഡിയോൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ സെപ്സിസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വേറെ ഒന്നല്ല, സെപ്സിസ് ആണ്. അയർലൻഡിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസിലും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് സെപ്സിസ്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ സ്കൈപ്പ് ഇൻ്റർവ്യൂവിലും ഈ ഒരു ക്വസ്റ്റൻ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എക്സാമിനേഴ്സ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് സെപ്സിസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കുക, ഒരു മസ്റ്റ് വാച്ച് വീഡിയോ തന്നെയാണിത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതേപോലെ തന്നെ അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വേറൊന്നല്ല, സെപ്സിസ്. ഈ സെപ്സിസ് എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെപ്സിസിനെ പറ്റിയിട്ട് പ്രത്യേകമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ അയർലൻഡിലെ സെപ്സിസ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനായാലും സ്കൈപ്പ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നോർമൽ നഴ്സിംഗ് ഇൻ്റർവ്യൂവിലൊക്കെയും സെപ്സിസിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാര്യം സെപ്സിസിനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ വേറെ ബുക്സിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പകരം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം വീഡിയോ ലെങ്ത് കുറച്ച് ഷോർട്ടാക്കി വെക്കാമല്ലോ, ഒരുപാട് എലാബറേറ്റ് ആക്കി ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഉറപ്പായിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സെപ്സിസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. സെപ്സിസ് ഇസ് എ കോംപ്ലിക്കേഷൻ കോസ്ഡ് ബൈ ബോഡീസ് ഓവർവെൽമിംഗ് ആൻഡ് ലൈഫ് ത്രെറ്റനിങ് റെസ്പോൺസ് ടു ഇൻഫെക്ഷൻ. ഡെഫിനേഷൻ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇനി എന്തുകൊണ്ടാണ് സെപ്സിസിൻ്റെ മാനേജ്മെൻറ്റ് ഇത്രയും ക്രൂഷ്യലാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ സെപ്സിസ് മൂലം ടിഷ്യൂ ഡാമേജ് ഉണ്ടാകാം, ഓർഗൻ ഫെയിലിയറും ഡെത്ത് വരെ സംഭവിക്കാം എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ സെപ്സിസിനെ ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്. പലപ്പോഴും തന്നെ പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ വേറെ പല ഡയഗ്നോസിസുമായിട്ട് നമ്മൾ കൺഫ്യൂസ് ആയി പോകാറുണ്ട്. അപ്പോൾ നഴ്സിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും വലിയ നഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ സെപ്സിസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം സെപ്സിസ് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ഇനി 80% ഓഫ് സെപ്സിസ് ബിഗിൻ ചെയ്യുന്നത് തന്നെ ഔട്ട്സൈഡ് ഹോസ്പിറ്റൽസ് ആയിരിക്കും. കാരണം പേഷ്യൻ്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ അവർ ഓൾറെഡി സെപ്സിസ് ആയിട്ടായിരിക്കും വരിക. ഇനി അക്കോർഡിംഗ് ടു CDC ഇവാലുവേഷൻ അവർ പറയുന്നത് 7 in 10 പേഷ്യൻ്റ് വിത്ത് സെപ്സിസ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ ഉള്ളവരായിരിക്കും. അതായത് വേറെ എന്തെങ്കിലും ഒരു ക്രോണിക് ഇൽനസ് അല്ലെങ്കിൽ കോമോർബിഡിറ്റി ഉള്ളവരായിരിക്കും. ഇനി 4 ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ആണ് മെയിൻലി സെപ്സിസുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് മെയിനായിട്ടും ലങ് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സ്കിൻ ഇൻഫെക്ഷൻ ആൻഡ് ഗട്ട് ഇൻഫെക്ഷൻസ് ആണ്. ഇനി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം ഈ ഒരു സെപ്സിസിൻ്റെ മാനേജ്മെൻറ്റിൽ. അതിൽ ഒന്നാമത്തെയാണ് പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ. അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ പേഷ്യൻറ്റിന് റെക്കമെൻഡഡ് ആയിട്ടുള്ള വാക്സിൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി എന്തൊക്കെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ റിക്വയർമെൻറ്റ്സ്? അതിൻ്റെ എക്സാമ്പിളാണ് ഹാൻഡ് ഹൈജീൻ. അതേപോലെ തന്നെ വാക്സിൻ എന്ന് പറയുമ്പോൾ ഫ്ലൂ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ അതൊക്കെ റെഗുലറായിട്ട് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈമിൽ തന്നെ പേഷ്യൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് പേഷ്യൻസ് ആൻഡ് ദർ ഫാമിലീസ് എന്നുള്ളതാണ്. അതായത് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, അതുപോലെ തന്നെ ക്രോണിക് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻറ്റിന് അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തെങ്കിലും സയൻസ് ഓഫ് സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ സയൻസ് ഓഫ് സെപ്സിസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിനെ കോൺടാക്ട് ചെയ്യാനും പേഷ്യൻസിനെയും അതുപോലെ തന്നെ ഫാമിലിനെയും എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇനി അടുത്ത കാര്യമാണ് തിങ്ക് സെപ്സിസ്. തിങ്ക് സെപ്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു നോ ദ സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സെപ്സിസ്. അതറിഞ്ഞാൽ മാത്രമാണ് സെപ്സിസിനെ ഏറ്റവും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ പേഷ്യൻസിനെ എയർലി ആയിട്ട് ട്രീറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അടുത്തതാണ് ആക്ട് ഫാസ്റ്റ്. അതായത് പക്ഷേ സെപ്സിസ് സസ്പെക്റ്റഡ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ വേണ്ടുന്ന ടെസ്റ്റുകൾ ഓർഡർ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് കാരണം അല്ലെങ്കിൽ എന്തുമൂലമാണ് ഈ ഒരു സെപ്സിസ് ഉണ്ടായതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആൻറ്റിബയോട്ടിക്സ് എടുക്കുക, മെഡിക്കൽ കെയർ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവൈലബിൾ ആക്കുക. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ, അതായത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസ്, ഡ്യൂറേഷൻ, അതിൻ്റെ പർപ്പസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ട് ഫാസ്റ്റ് എന്ന് പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡർ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് റീഅസസ് പേഷ്യൻ്റ് മാനേജ്മെൻറ്റ്. അതായത് പേഷ്യൻ്റെ പ്രോഗ്രസ് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആൻറ്റിബയോട്ടിക്കിൻ്റെ എഫക്റ്റീവ്നെസ് എവറി 24 to 48 hours തന്നെ റീഅസസ് ചെയ്യണം. അത് ഇഫക്റ്റീവ് അല്ലെന്ന് തോന്നുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആൻറ്റിബയോട്ടിക് ചേഞ്ച് ചെയ്യേണ്ടതുമാണ്. ഇനി ആൻറ്റിബയോട്ടിക്കിൻ്റെ ടൈപ്പ്, ഡ്യൂറേഷൻ, അതിൻ്റെ ഡോസ് എല്ലാം കറക്റ്റ് ആണെന്നും ഉറപ്പുവരുത്തണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്.
ഇനി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ സെപ്സിസിനെയും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെയും ഇൽനെസ്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യേണ്ട ആളുകൾ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും 3 കോമ്പോണൻസ് ആണ്, 3 കീ കോമ്പോണൻസ് ആണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ സൈഡിൽ നിന്നും ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തതാണ് എഡ്യൂക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെയും ഫാമിലീസിനെയും എയർലി സിംറ്റംസ് ഓഫ് സിവിയർ ഇൻഫെക്ഷനെയും സിവിയർ സെപ്സിസിനെയും പറ്റി പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സയൻസ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ എസ്പെഷ്യലി ദോസ് ഹു ആർ അറ്റ് ഹയർ റിസ്ക് അവരോട് നമ്മൾ പറയുക പെട്ടെന്ന് തന്നെ സയൻസ് ഓഫ് ഇൻഫെക്ഷൻ നോട്ട് ചെയ്ത ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനായിട്ട്. ഇനി അടുത്ത കാര്യമാണ് റിമൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ ക്രോണിക് ഇൽനെസ്സസ് ഒക്കെ ഉള്ള പേഷ്യൻസിനോട് എപ്പോഴും റിമൈൻഡ് ചെയ്യുക, അതായത് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എടുക്കാനായിട്ട് എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തതാണ് എൻകറേജ്. എന്തൊക്കെയാണ് എൻകറേജ് ചെയ്യേണ്ടത്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ മെഷേഴ്സ് എൻകറേജ് ചെയ്യാം, അതായത് ഹാൻഡ് ഹൈജീൻ, അതുപോലെ തന്നെ വാക്സിനേഷൻ അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് 3 പ്രിവെൻഷൻ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇവയൊക്കെയാണ് എഡ്യൂക്കേറ്റ്, റിമൈൻഡ് ആൻഡ് എൻകറേജ്. ഞാൻ നേരത്തെ പറയുണ്ടായിരുന്നു പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ആണ് സെപ്സിസിന് കാരണമാകുന്നതെന്ന്. അപ്പോൾ അതിൽ 35% ഉള്ള പേഷ്യൻസും ഒരു ലങ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ളവരായിരിക്കും, ഫോർ എക്സാമ്പിൾ ന്യൂമോണിയ. അതുപോലെ തന്നെ 25% ആളുകൾക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരിക്കാം, ഫോർ എക്സാമ്പിൾ കിഡ്നി ഇൻഫെക്ഷൻ. അതുപോലെ 11% ആളുകൾക്കും എന്തെങ്കിലും കൈൻഡ് ഓഫ് ഗട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായവരായിരിക്കാം. ബാക്കി 11% ഏതെങ്കിലും കൈൻഡ് ഓഫ് സ്കിൻ ഇൻഫെക്ഷൻസ് ഉള്ളവരായിരിക്കും. അപ്പോൾ ഈ 4 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ള കോസസ് ടു സെപ്സിസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സെപ്സിസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 6 സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഇവിടെ പറയുന്നത്. അതിലൊന്നാമത്തെയാണ് ഷിവറിങ് ഫീവർ ഓർ ഫീലിംഗ് വെരി കോൾഡ്. രണ്ടാമത്തെയാണ് എക്സ്ട്രീം പെയിൻ ഓർ ഡിസ്കംഫർട്ട്. പിന്നത്തേതാണ് ക്ലാമി ഓർ സ്വെറ്റി സ്കിൻ. അടുത്തതാണ് കൺഫ്യൂഷൻ ഓർ ഡിസോറിയൻറ്റേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹൈ ഹാർട്ട് റേറ്റ്, അതായത് ടക്കികാർഡിക് ആയിരിക്കും പേഷ്യൻറ്റ്. കഴിഞ്ഞ ദിവസം നാഷണൽ എയർലി വാർണിംഗ് സ്കോറിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വരാണെങ്കിൽ ഇത് ഇത്തിരി കൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ സെപ്സിസ് സ്ക്രീനിങ് പാത്വേ എന്നുള്ളത്. അതായത് നമ്മൾ EWS സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം അത് 4 to 6 ഇടയ്ക്കാണ്, അല്ലെങ്കിൽ മോർ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെപ്സിസ് സ്ക്രീനിങ് പാത്വേ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ സെപ്സിസ് സ്ക്രീനിങ് പാത്വേയിലുള്ളതെന്ന് പറയാം. അതായത് മോഡിഫൈഡ് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം അഥവാ സിർസ് ക്രൈറ്റീരിയ പേഷ്യൻറ്റിൽ പ്രസൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് സിർസ് ക്രൈറ്റീരിയ? അതിൽ ഒന്നാമത്തേതാണ് റെസ്പിറേറ്ററി റേറ്റ് മോർ ദാൻ 20 breaths per minute, ടെമ്പറേച്ചർ ലെസ് ദാൻ 36 or more than 38.3 degrees Celsius, ഹാർട്ട് റേറ്റ് മോർ ദാൻ 90 beats per minute. ഇനി WBC കൗണ്ട് ഒന്നില്ലെങ്കിൽ 4 കുറവായിരിക്കാം, അതല്ലെങ്കിൽ 12 കൂടുതലായിരിക്കാം. അടുത്തതെന്ന് പറയുന്നത് അക്യൂട്ട്ലി ഓൾട്ടേർഡ് മെൻ്റൽ സ്റ്റാറ്റസ് ആയിരിക്കാം, അതായത് പണ്ട് കോൺഷ്യസ് ആയിരുന്നത് നല്ല പേഷ്യൻ്റ് ആയിരിക്കാം, പക്ഷേ പെട്ടെന്ന് മെൻ്റൽ സ്റ്റാറ്റസിൽ ഓൾട്രേഷൻസ് സംഭവിക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ്, അതായത് നോൺ ഡയബറ്റിക് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിന്, അതായത് ഡയബറ്റീസ് ഇല്ലാത്തൊരു പേഷ്യൻറ്റിന് 7.7 mmol കൂടുതൽ ബ്ലഡ് ഷുഗർ നോട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഒരു ക്രൈറ്റീരിയയാണ്. അപ്പോൾ ഈ പറഞ്ഞ 6 ക്രൈറ്റീരിയാസിൽ 2 അതിൽ കൂടുതലോ പോസിറ്റീവ് ആണെങ്കിൽ പേഷ്യൻറ്റിന് സെപ്സിസ് ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതായിരിക്കും. ഇനി അങ്ങനെ ഡയഗ്നോസ് ആയിട്ടുണ്ടെങ്കിൽ അടുത്തതാണ് ഗിവ് 3 ആൻഡ് ടേക്ക് 3. ഇനി എന്തൊക്കെയാണ് ഗിവ് 3 ടേക്ക് 3 എന്ന് നോക്കാം. ടേക്ക് 3 വരുന്ന കാര്യങ്ങളാണ് അപ്രോപ്രിയേറ്റ് കൾച്ചേഴ്സ് എടുക്കുക. കൾച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ഒന്നിലേക്ക് സ്പ്യൂട്ടം കൾച്ചർ ആവാം, യൂറിൻ കൾച്ചർ, ബ്ലഡ് കൾച്ചർ, വൂണ്ട് കൾച്ചർ, അങ്ങനെ നമ്മുടെ പേഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് എടുക്കുക. അടുത്തായിട്ട് ടേക്കിൽ വരുന്നതാണ് ടേക്ക് FPC ആൻഡ് ലാക്ടേറ്റ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് അവർലി യൂറിൻ ഔട്ട്പുട്ട് ചാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഗിവ് 3 എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻറ്റ് കൊടുക്കേണ്ടത്? മെയിൻറ്റെയിൻ ഓക്സിജൻ ലെവൽ സാച്ചുറേഷൻ ബിറ്റ്വീൻ 94 to 98%. അടുത്തതെന്ന് പറയുന്നത് ഗിവ് IV ഫ്ലൂയിഡ് ബോളസ്, കാരണം നമുക്കറിയാമല്ലോ ലോഡ്സ് ഓഫ് ഫ്ലൂയിഡ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അടുത്താണ് ഗിവ് IV ആൻറ്റിബയോട്ടിക്സ്. ഈ ഗിവ് 3 ടേക്ക് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റർവ്യൂസിൽ എപ്പോഴും ചോദിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. വേറൊന്നല്ല, സെപ്സിസ് മാനേജ്മെൻറ്റ് അൽഗോറിതം. അതായത് സെപ്സിസ് മാനേജ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ട് പോലെയാണ്. ഈ ഒരു അൽഗോറിതം ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ സെപ്സിസ് മാനേജ് ചെയ്യുന്നത്. ഈ പറയുന്ന പിക്ചർ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, ബട്ട് എന്നിരുന്നാലും ഈ പിക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ അൽഗോരിതം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇൻപേഷ്യൻ്റ് സെപ്സിസ് അൽഗോരിതം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ തന്നെ പറയുന്നത് സെപ്സിസ് സ്ക്രീൻ നടത്തുക എന്നുള്ളതാണ്. എന്താണ് ഈ സെപ്സിസ് സ്ക്രീനിൽ വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂ സ്കോർ 4 അതിൽ കൂടുതലോ ആണെങ്കിൽ, പേഷ്യൻ്റ് ഓക്സിജനിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ 5 അതിൽ കൂടുതലാണ് ന്യൂ സ്കോറായിട്ട് കാണുന്നത്. ഇനി അതുപോലെ തന്നെ പേഷ്യൻ്റ് എന്തെങ്കിലും സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചെക്ക് ഫോർ 1, 2 and 3 എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഈ 1, 2, 3 എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസസ് ഫോർ ന്യൂട്രോപീനിയ എന്നുള്ളതാണ്. അതായത് പേഷ്യൻ്റ്
പേഷ്യൻറ്റിന് എന്തെങ്കിലും കീമോതെറാപ്പി റേഡിയോതെറാപ്പിയിലൊക്കെ ആണെങ്കിൽ ന്യൂട്രോപ്പീനിക് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ന്യൂട്രോപ്പീനിയയുടെ റീസൺസ് എന്തെങ്കിലും പേഷ്യൻ്റ് ഉണ്ടോ എന്ന് അസസ് ചെയ്യാം. ഇനി രണ്ടാമത്തായിട്ട് അസസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യൂ ഓൺസെറ്റ് ഓഫ് ഓർഗൻ ഡിസ്ഫങ്ഷൻ പേഷ്യൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി മൂന്നാമത്തെന്ന് പറയുന്നതാണ് സിർസ് ക്രൈറ്റീരിയ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു എന്തൊക്കെയാണ് സിർസ് ക്രൈറ്റീരിയ എന്ന്. ആ 6 ക്രൈറ്റീരിയാസിൽ 2 അതിലധികമോ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇനി അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല, നിങ്ങളുടെ സ്ക്രീൻ നെഗറ്റീവായിട്ടാണ് വന്നെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സാധാരണ യൂഷ്വൽ മാനേജ്മെൻറ്റ് പാത്വേ ചെയ്യുക, യൂഷ്വൽ ന്യൂസ് സ്കോർ പ്രോട്ടോക്കോൾ ഫോളോ അപ്പ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ ഈ 1, 2 or 3 ഉണ്ടോ എന്ന് നോക്കിയപ്പം ആ സ്ക്രീനിങ് പോസിറ്റീവായിട്ടാണ് വന്നത്, ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നാണ് വന്നതെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അതായത് നമുക്കിപ്പം ന്യൂസ് പ്രോട്ടോക്കോളിനനുസരിച്ച് എസ്കലേറ്റ് ചെയ്യുക. അതിൻ്റെ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെപ്സിസ് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക. ഇനി അടുത്തത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മെഡിക്കൽ റിവ്യൂ. അതായത് ഏതോ എങ്കിലും മെഡിക്കൽ ടീം ആയിരിക്കുമല്ലോ പേഷ്യൻറ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ടീമിൻ്റെ റിവ്യൂ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യിക്കുക. അതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, എക്സാമിനേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക പേഷ്യൻ്റെ അടുത്തുനിന്ന്. എന്നിട്ട് എന്താണ് ഈ ഇപ്പം പേഷ്യൻറ്റ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണമെന്ന് കണ്ടെത്തുക. അത് നോ ടൈമിൽ ചെയ്ത് തീർക്കേണ്ട കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും വി ഹാവ് ടു തിങ്ക് ഫാസ്റ്റ് ആൻഡ് ആക്ട് ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. സെപ്സിസിൻ്റെ ഡയഗ്നോസ് പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇനി അങ്ങനെ സെപ്സിസ് ഡയഗ്നോസ് ആയിട്ടുണ്ടെങ്കിൽ ബൈ 1 hour ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിൻ്റെ സൈഡിൽ ടൈം എഴുതിയിട്ടുണ്ട്, എത്ര ടൈമിനുള്ള എത്ര കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ സെപ്സിസ് ഡയഗ്നോസ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു കംപ്ലീറ്റ് സെപ്സിസ് 6 ബണ്ടിലാണ്. അതായത് എന്താണ് സെപ്സിസ് 6 ബണ്ടിൽ? ഞാൻ നേരത്തെ പറയേണ്ടായിരുന്നു ഗിവ് 3 and take 3 എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ആ 6 ബണ്ടിൽസും കംപ്ലീറ്റ് ചെയ്യണം. ഇനി പേഷ്യൻറ്റിന് എന്തെങ്കിലും ആൻറ്റി മൈക്രോബിയൽസ് ഉണ്ടെങ്കിൽ അത് ഗൈഡ് ലൈൻസ് അനുസരിച്ച് അത് അഡ്മിനിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻ്റ് എന്തെങ്കിലും ഫ്ലൂയിഡ് റെസിസ്റ്റൻറ്റ് ഷോക്ക്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഫെയിലിയർ, പർപ്പൂറിക് റാഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അനസ്തെറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ കെയർ റിവ്യൂ അറേഞ്ച് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത വിത്തിൻ 3 hours ചെയ്യാനുള്ള കാര്യമാണ്. അവിടെ ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ ബൈ 3 hours ചെയ്യാനുള്ളതാണ്. അതായത് അസസ് പേഷ്യൻസ് ക്ലിനിക്കൽ സ്റ്റാറ്റസ് എന്നാണ് അവിടെ പറയുന്നത്. അതെന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് റിസൾട്ടിൻ്റെ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുക. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഈ സെപ്സിസ് 6 ബണ്ടിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഓൾറെഡി ലാക്ടേറ്റ് എടുത്തായിരുന്നു പേഷ്യൻറ്റിൻ്റെ. അപ്പോൾ ആ ലാക്ടേറ്റ് ഹൈ ആണെങ്കിൽ അടുത്ത സെക്കൻഡ് ലാക്ടേറ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. കാരണം നമ്മൾ കുറച്ച് ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുത്തല്ലോ. അപ്പോൾ ലാക്ടേറ്റ് കുറഞ്ഞ് നോർമലായിട്ടുണ്ടാകും സാധ്യതയുണ്ട്. അപ്പോൾ ലാക്ടേറ്റിൻ്റെ കറക്റ്റ് വാല്യൂ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലാക്ടേറ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫ്ലൂയിഡ് റെസിസിറ്റേഷൻ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു റിവ്യൂ ഫോർ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്നുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ കെയറിലേക്ക് പേഷ്യൻറ്റ് സെൻഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മളൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ എത്തിച്ചേരുന്നതെന്നാണ് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്. അതായത് പേഷ്യൻറ്റിന് ഇൻഫെക്ഷനും അതോടൊപ്പം തന്നെ ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ക്ലിയർലി സെപ്സിസ് ആണ്, അതായത് സെപ്റ്റിക് ഷോക്കാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ഇനി പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഉണ്ട് പക്ഷേ ഓർഗൻ ഡാമേജ് ഒന്നും ഇല്ല എങ്കിൽ ഇതൊരു ഇൻഫെക്ഷൻ മാത്രമാണ്. യൂഷ്വൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുന്ന പാത്വേയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇനി കാരണങ്ങളൊക്കെ അൺക്ലിയർ ആണ്, നമുക്കൊരു റീസൺ അറിയില്ല, അതേസമയം ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻറ്റി മൈക്രോബിയൽസ് കണ്ടിന്യൂ ചെയ്യുക, കൺസൾട്ടൻറ്റുമായിട്ട് റിവ്യൂവിന് വെക്കുക പേഷ്യൻറ്റിനെ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഇൻഫെക്റ്റീവ് ഇറ്റിയോളജി ആണ് നമ്മൾ ഫൈൻഡ് ചെയ്തേക്കണമെങ്കിൽ ആൻറ്റിബയോട്ടിക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സെപ്സിസ് ഫോം കംപ്ലീറ്റ് ചെയ്ത് സൈൻ ചെയ്യണം. അങ്ങനെ ഒരു ഫോം ഉണ്ട്. അത് നമ്മളിപ്പം കാര്യം കമ്പ്യൂട്ടറൈസ്ഡ് ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിൽ പോലും സെപ്സിസ് ഫോം കംപ്ലീറ്റ് ചെയ്ത് പേഷ്യൻ്റ് ഫയൽ നമ്മൾ അറ്റാച്ച് ചെയ്യും കേട്ടോ ഹോസ്പിറ്റലുകളിൽ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി റിവ്യൂ ആണ് ആഷ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഡെയിലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അസസ് ക്ലിനിക്കൽ ഹെമറ്റോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ റെസ്പോൺസ് ടു ട്രീറ്റ്മെൻറ്റ്. അതായത് ബ്ലഡ്സ് ഒക്കെ ഡെയിലി റിപ്പീറ്റ് ചെയ്ത് പേഷ്യൻ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് നോക്കണം. അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. അതായത് പേഷ്യൻ്റ് നമ്മളിപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ചെക്ക് ചെയ്യേണ്ടത് പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആകുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നോ ചേഞ്ച്, പേഷ്യൻ്റ് ചേഞ്ച് ഒന്നുമില്ല, സെയിം സിറ്റുവേഷനിൽ തന്നെ തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഒന്നുകൊണ്ട് ഡയഗ്നോസിസ് ഒന്ന് റിവ്യൂ ചെയ്യാം. അതുപോലെ തന്നെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഏതാണോ അതൊന്ന് റിവ്യൂ ചെയ്യുക. അടുത്തെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഡിറ്റീരിയോറേറ്റ് ആവുകയാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ കൺസൾട്ടൻറ്റിനെ അറിയിക്കണം, സീനിയർ ഇൻപുട്ട് ആവശ്യമായിട്ട് വരും. അതോടൊപ്പം തന്നെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ഒന്ന് റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ മൈക്രോബയോളജി റിവ്യൂ ആൻഡ് ക്രിട്ടിക്കൽ കെയർ റിവ്യൂ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെപ്സിസ് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ അൽഗോരിതം ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ സെപ്സിസ് മാനേജ് ചെയ്യുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് സെപ്സിസിൻ്റെ മാനേജ്മെൻറ്റും പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് അൽഗോരിതം എല്ലാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇവിടെ ഇൻ്റർവ്യൂസിലും കോമൺ ആയിട്ട് ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുക, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സെപ്സിസ് 6 ബണ്ടിലാണ്, അതായത് ഗിവ് 3 ടേക്ക് 3 എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സിർസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ആ ഇയർലി വാർണിംഗ് സ്കോറിൻ്റെ വീഡിയോ കൂടെ ഒന്ന് കണ്ടിരിക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് കണ്ട് നിങ്ങൾക്ക് 2 വീഡിയോസും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇയർലി വാർണിംഗ് സ്കോറിൻ്റെത് അതൊരു ആപ്റ്റിറ്റ്യൂഡ് സ്റ്റേഷനാണ്, ടെസ്റ്റ് സ്റ്റേഷൻ കൂടിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.